വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 2.1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. സോൾവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 - 3/5. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇസിക്വൽ ടു 2വിനെ നമുക്ക് 2/1 എന്ന് എടുക്കാം അല്ലേ. 2/1 - 3/5. ഇവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ LCM എടുക്കണം. 1ന്റെയും 5ന്റെയും കൂടെ LCM എന്ത് വരും? 5 വരും അല്ലേ. LCM ഈക്വൽ ടു 5. നോക്കിയേ, ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ 5 ആക്കണം. 5 ആക്കണം എന്ത് ചെയ്യണം? 1നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്ററിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നൊക്കെ 2 × 5 എന്ത് വരും? 10/1 × 5 5 - 3/5. ഈ LCM കണ്ട് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുന്നതൊക്കെ നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് എഴുതുന്നത്. ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 - 3/5 എന്ന് എഴുതാം അല്ലേ. ഈക്വൽ ടു 10 - 3 is 7. 7/5. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ എന്താണ്? ഗ്രേറ്റർ ആണല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതുന്നത്? 7/5 എന്ത് വരും? 1 5 2. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണ്? ഹോൾ നമ്പർ ഈസ് 1, റിമൈൻഡർ 2 ഈസ് ന്യൂമറേറ്റർ ആൻഡ് ഡിവൈസർ ഈസ് ഡിനോമിനേറ്റർ. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1 2/5 എന്ന് കിട്ടി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. 4 + 7/8. ഇവിടെ നോക്കിയേ, ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനുമാണ് അല്ലേ. 4 എന്ന് വെച്ചാൽ എന്താണ്? 4/1 + 7/8. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ LCM എടുക്കണം. 1ന്റെയും 8ന്റെയും കൂടെ LCM എന്ത് വരും? LCM ഈസ് 8. അപ്പൊ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ 8 ആക്കണം അല്ലേ. 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 × 8 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 4 × 8 എന്ത് വരും? 4 × 8 എന്ത് വരും? 32/1 × 8 8 + 7/8 ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 32 + 7/8 ഈക്വൽ ടു 32 + 7 is 39/8. 8 × 4 32 7. റിമൈൻഡർ ഈസ് 7. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 7/8 എന്ന് എഴുതാം അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് 2 ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 2ന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിച്ച് ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ആക്കണം. ഇവിടെ നോക്കിയേ, 5നും 7നും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ LCM എന്തെടുക്കാം? LCM ഈക്വൽ ടു 5 × 7 ഈക്വൽ ടു 35 എന്ന് എടുക്കാം അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 35 ആക്കണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? നോക്കിയേ, 3/5 + 2/7 ഈക്വൽ ടു ഡിനോമിനേറ്റർ നമ്മൾ 35 ആക്കണം. 35 ആക്കണമെങ്കിൽ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 × 3 21 പ്ലസ് ഇവിടെ 35 ആക്കണം. അപ്പം ഇവിടെ 35 ആക്കണേ 7 × 5. അപ്പൊ 2വിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 10. 21 + 10/35 എന്ത് വരും? 31/35. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9/11 - 4/15. ഇവിടെ നമുക്ക് 11നും 15നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11 × 15 ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ 11 × 15 ചെയ്യും. എന്ത് വരും? 5 5 1 1 165 ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 165 നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു.
ഇനി നോക്കിയേ, ഇവിടെ 11 into 15 ചെയ്താലാണ് 165 വരുന്നത് അല്ലേ. അപ്പൊ 9 into 15 ചെയ്യണം. 15 into 9 എന്ത് വരും? 135. അപ്പൊ 135 മൈനസ് ഇവിടെ 165 വരണമെങ്കിൽ 15 into 11 ചെയ്യണം. അപ്പോൾ 4 into ന്യൂമറേറ്ററെ നമ്മൾ എന്ത് ചെയ്യും? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 into 11 എന്ത് വരും? 44 is equal to 135 minus 44 എന്ത് വരും? 5 minus 4 1. ഇവിടെ 0 ആവും. 13 minus 4 is 9. ആൻസർ എന്ത് വന്നു? 91/165. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, 7/10 plus 2/5 plus 3/2. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എൽസിയം എടുക്കണം. 10-ന്റെയും 5-ന്റെയും 2-ന്റെയും കൂടെ എൽസിയം എടുത്ത് എന്ത് വരും? ഇവിടെ ഇതിന് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ എൽസിയം കണ്ടുപിടിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 2 വെച്ച് ചെയ്യുമ്പോൾ 5 5 1 5 1 1 1. എൽസിയം എന്ത് വന്നു? എൽസിയം ഈസ് ഈക്വൽ ടു 2 into 5 is equal to 10. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7/10 plus 2/5 plus 3/2 is equal to, ഇവിടെ ഡിനോമിനേറ്റർ നമ്മൾ 10 ആക്കണം. ഇവിടെ ഫസ്റ്റ് ഇതില് 10 ആണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ 7 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 10 ആകണം എന്ത് ചെയ്യണം? 5 into 2 10. അപ്പൊ 2 into 2 4 പ്ലസ് ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും? 15 is equal to 7 plus 4 is 11. 11 plus 15 is 26. 26/10. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 13. അപ്പൊ 13/5 ചെയ്താൽ 5 2s are 10 3. എന്ത് കിട്ടിയ ആൻസർ? 2 3/5 എന്ന് കിട്ടി. അടുത്ത 6th ക്വസ്റ്റ്യൻ നോക്കിയേ, 2 2/3 plus 3 1/2. ഇവിടെ രണ്ടും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2 plus 2/3 plus 2 into 3 plus 1/2. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയാലോ. 3 into 2 plus 2, 2 into 3 plus 1 എന്ത് വരും? 6 plus 2 is 8. 8/3 plus 2 into 3 6 plus 1 7. 7/2. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എൽസിയം എടുക്കും. എൽസിയം എടുക്കുമ്പോൾ എന്ത് വരും? 3 into 2 6 വരും അല്ലേ. അപ്പൊ 6. ഇനി ഇവിടെ 6 ആണെങ്കിൽ എന്ത് ചെയ്യണം? 3 into 2 6 വരും. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 8 into 2 16 പ്ലസ് ഇവിടെ 6 ആണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 into 3 21. ന്യൂമറേറ്റർ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 16 plus 21 is 6 plus 1 7. 2 plus 1 3. 37/6 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിനെ നമ്മൾ ഡിവിഷൻ ചെയ്ത് മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കണം. 6 6 are 36. റിമൈൻഡർ ഈസ് 1. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 6 1/6 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 8 1/2 മൈനസ് 3 5/8. ഇതും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 2 into 8. 2 into 8 plus 1. അപ്പൊ എന്ത് വരും? 2 into 8 plus 1/2 minus 8 into 3 plus 5/8 is equal to 8 into 2 16 plus 1 17. 17/2 minus 8 into 3 24 plus 5 29/8. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ എൽസിയം എടുക്കണം. എൽസിയം എടുക്കുമ്പോൾ എന്ത് വരും? എൽസിയം ഈസ് 8. 8 is the multiple of 2. So LCM is 8. ഇവിടെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ 17നെയും എന്ത് ചെയ്യും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും?
68. 68 minus 29. 68 minus 29 എന്താണ്? ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 5 ആകും, ഇവിടെ 18 ആകും. അപ്പോൾ ഇവിടെ 9, 5 minus 2 is 3 is equal to 39/8. 39/8നെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം അല്ലേ? 8 4s are 32. 9 minus 2 is 7. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4 7/8 എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ നമുക്ക് 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ്, ഗ്രേറ്റസ്റ്റ് തൊട്ട് സ്മോളസ്റ്റ് വരെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ എല്ലാം ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ എൽസിയം കണ്ടുപിടിച്ച് ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കണം. നോക്കിയേ, 9 3 21. ഇതിന്റെ എൽസിയം എന്ത് വരും? 9 3 21. ഇതിനെ നമുക്ക് 3 വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 3 1 7. Again 3 1 1 7 7 വെച്ച് എൽസിയം എന്ത് വന്നു? 3 3s are 9. 9 into 7 63. എൽസിയം ഈസ് ഈക്വൽ ടു 63 വന്നു. ഇനി നോക്കിയേ, ഇനി ഡിനോമിനേറ്റർ എല്ലാം നമ്മൾ സെയിം ആക്കണം അല്ലേ? അപ്പൊ 2/9 ചെയ്ത് എന്ത് വരും? 2/9 63 ആക്കണം. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ ന്യൂമറേറ്ററും 7 കൊണ്ട് ചെയ്യും. എന്ത് വരും? 14/63 എന്ന് വന്നു. ഇനി അടുത്തത് 2/3 ആക്കണം. 2/3 ആക്കുമ്പോൾ എത്ര? നമ്മുടെ ഡിനോമിനേറ്റർ നമുക്ക് 63 കിട്ടണം. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 63 കിട്ടണമെങ്കിൽ 21 കൊണ്ട് ചെയ്യണം അല്ലേ? അപ്പൊ 2വിനെ നമ്മൾ 21 കൊണ്ട് ചെയ്യും. അപ്പൊ എത്ര വരും? 42 വന്നു. ഇനി അടുത്ത എന്താണ്? 8/21. 8/21നെ നമ്മൾ ഡിനോമിനേറ്റർ 63 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ചെയ്യണം? 3 വെച്ച് ചെയ്യണം. അപ്പൊ 8നെ നമ്മൾ 3 കൊണ്ട് ചെയ്യും. അപ്പോൾ 24. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 14/63, 42/63, 24/63 എന്ന് കിട്ടി. ഇപ്പം ഡിനോമിനേറ്റർ എല്ലാം ഈക്വലായി അല്ലേ? അപ്പൊ ഇതിൽ ഗ്രേറ്റർ ഏതാണെന്ന് നോക്കിയേ. 42 ഈസ് ഗ്രേറ്റർ, then 24 ഈസ് ഗ്രേറ്റർ, then 14 അല്ലേ? Therefore നമുക്ക് എന്തെഴുതാം? 42/63 greater than 24/63 greater than 14/63. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? അപ്പം ഈ 42/63 എന്ന് പറയുന്നത് എന്താണ്? 2/3 ആണ് അല്ലേ? 2/3 greater than ഇതെന്താണ്? 8/21 greater than 14/63 എന്താണ്? 2/9. The second question നോക്കിയേ. 1/5, 3/7, 7/10. ഇവിടെ നമുക്ക് 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ എൽസിയം കണ്ടുപിടിക്കണം. എൽസിയം എന്ത് വരും? 5 7 10. ഫസ്റ്റ് നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പൊ 5 7 5. അഗെയിൻ 5 വെച്ച് അപ്പൊ 1 7 1. 7 വെച്ച് 1 1 1. അപ്പൊ എൽസിയം എന്ത് വന്നു? എൽസിയം ഈസ് ഈക്വൽ ടു 5 into 2 10, 10 into 7 70. എൽസിയം 70 വന്നല്ലേ? ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെയും എന്താക്കണം? ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കണം. അപ്പൊ 1/7നെ നമ്മൾ ഡിനോമിനേറ്റർ 70 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 14 കൊണ്ട് ചെയ്യണം അല്ലേ? അപ്പൊ 5 into 14, 1 into 14. ഇത് വന്നു 14/70 എന്ന് വന്നു. നെക്സ്റ്റ് 3/7. 3/7നെ ഡിനോമിനേറ്റർ 70 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ചെയ്യണം? 10 കൊണ്ട് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 10 കൊണ്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 30/70. നെക്സ്റ്റ് 7/10. ഇതിനെ 70 ആക്കണമെങ്കിൽ 7 കൊണ്ട് ചെയ്യണം.
7 sevens are 49. അപ്പോൾ ഫ്രാക്ഷൻസ് നമുക്ക് എന്തൊക്കെ കിട്ടി? 14/70, 30/70, 49/70. ഓക്കെ, ഇതെന്തൊക്കെയാണ് നോക്കിയേ? ഗ്രേറ്റർ ഏതാണ്? 49 ഗ്രേറ്റർ ദാൻ 30 ഗ്രേറ്റർ ദാൻ 14. Therefore 49/70 greater than 30/70 greater than 14/70. Therefore 49/70 is 7/10 greater than the 3/7 greater than 1/5. Descending order ലായില്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.